തെറ്റായ കണക്കൂട്ടലുകളും തെറ്റായ പ്രചരണവുമാണ്. കാരണം വെച്ചാൽ അതിന് ഉത്തരവാദി അവർ തന്നെയാണ്. ഞങ്ങൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികളനുസരിച്ച് ഇലക്ഷൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ 3 ദിവസക്കാലം, ഏറ്റവും നിർണായകമായ 3 ദിവസക്കാലം പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ പരിപാടികളെല്ലാം റീഅറേഞ്ച് ചെയ്ത് വന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതിനാണ് എല്ലാ നേതാക്കന്മാരും അവരവർക്ക് പറ്റുന്ന പരമാവധി സ്ഥലങ്ങളിൽ പോവുക. രാഹുൽ ഗാന്ധി പറ്റുന്നിടത്ത് പോവും, സ്റ്റാലിൻജി പറ്റുന്നിടത്ത് പോവും, വേറെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ പാർട്ടികളും നേതാക്കൾ പരസ്പരം പോവും. അല്ലാതെ അതിനകത്ത് വേറെ ഒരു വ്യാഖ്യാനവും കൊടുക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള തീരുമാനത്തോടുകൂടി തന്നെയാണ് അതിനോട്. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, അവർ തമ്മിൽ ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തോടുള്ള സന്ദേശവും അഭിസംബോധന അത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഏറ്റവും നഗ്നമായ ലംഘനമായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. തിരഞ്ഞെടുപ്പ് കാലത്തൊരു പ്രധാനമന്ത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50 തവണയാണ് അദ്ദേഹം കോൺഗ്രസ് എന്ന വാചകം ഉപയോഗിച്ചത്, ആ ഒറ്റ. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചു. പക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മുഴുവൻ പാർലമെൻറ്റിലെ വോട്ടിങ്ങിനെ കുറിച്ചാണ്. അത് പ്രിവിലേജാണ്. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ ആ വോട്ടിംഗ് സമയത്ത് ഭരണഘടനാ ഭേദഗതിയുടെ വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഓരോ ആളുകളും ചെയ്ത വോട്ടിനെക്കുറിച്ച് പരസ്യമായിട്ട് പറയാൻ വന്നത് അവകാശ ലംഘനമാണ് എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടും പാർലമെൻറ്റിലെ വോട്ടിംഗ് രീതികളും വോട്ടിൻ്റെ സ്വഭാവമൊന്നും പ്രധാനമന്ത്രിക്കെന്നല്ല ആർക്കും അങ്ങനെ പുറത്ത് കയറി വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല. അത് ഇറ്റ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പ്രിവിലേജ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് പ്രധാനമന്ത്രി അവകാശ ലംഘനമാണ് നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിവിലേജ് കമ്മിറ്റി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാൻ രേഖാമൂലം എഴുതിയിട്ടുണ്ട്. Everything is good, brother. Everything is good. You can see that on 4th May. വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അതിനെതിരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപക്ഷം സമീപിച്ചിരുന്നു. ഇപ്പോൾ അതിൽ അവകാശ ലംഘന നോട്ടീസ് സ്പീക്കർക്ക് നൽകിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ. ഒപ്പം തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. DMK-യുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ചില തർക്കമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ചില വിഷ്വൽസ് ഒക്കെ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു പൊതുവേദിയിൽ രാഹുൽ ഗാന്ധിയുടെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒപ്പം സ്റ്റാലിനൊപ്പം രാഹുൽ വേദി പങ്കിടുന്നില്ല എന്ന വിഷയം കൂടി. പക്ഷേ അത്തരത്തിൽ പ്രശ്നങ്ങളില്ല, തമിഴ്നാട്ടിൽ ഒറ്റക്കെട്ടായി പ്രചാരണം നടക്കുന്നു എന്ന് കൂടി കെ സി വേണുഗോപാൽ പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.